കേക്കച്ചനും കിങ്ങിണിക്കുട്ടനും പണി കിട്ടുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ആദ്യ ഫലസൂചനകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് തിരുവനന്തപുരത്ത് കിങ്ങിണിക്കുട്ടൻ നാണംകെട്ട പരാജയം ഏറ്റുവാങ്ങുമെന്നാണ്. വളരെയേറെ പിന്നിലാണ് തിരുവനന്തപുരത്ത്. ഞാനിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ NDA 17 വോട്ടുകൾക്ക് മുന്നേറുന്നു. തൊട്ടു പിന്നാലെ LDF ഉണ്ട് 16 സീറ്റുമായി. UDFന് വെറും 9 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ വൈഷ്ണ സുരേഷിന്റെ വിഷയം വന്നപ്പോൾ ആദ്യം വിജയിച്ച സ്ഥാനാർത്ഥി എന്ന പേരിൽ ഞങ്ങൾ ഒരു വാർത്ത ചെയ്തിരുന്നു. എക്സാക്ട്ലി അത് അതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് വലിയ വിമർശനമുണ്ടായി. അത് LDFന്റെ ഉരുക്കുകോട്ടയാണ്, യാതൊരു കാരണവശാലും അവിടെ വിജയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ആ വാർത്തകളുടെ താഴെയുള്ള കമന്റ് ബോക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. i2i ന്യൂസ് അന്ന് പ്രവേശിച്ചതുപോലെ, ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഇതാ തിരുവനന്തപുരത്തെ ആദ്യത്തെ UDF സ്ഥാനാർത്ഥി വിജയിച്ച പൂർണ്ണഫല പ്രഖ്യാപനം വന്നപ്പോൾ വൈഷ്ണ സുരേഷ് വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ആ ആഹ്വാനം, മിഷൻ 250യുടെ ആഹ്വാനം ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ആദ്യ ഫലസൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എറണാകുളത്ത് കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് തന്നെ തോറ്റു തുന്നമ്പാടി. അതുപോലെ തന്നെ LDF മുന്നേറുകയാണ്. ആദ്യഘട്ടങ്ങളിൽ വളരെ പിന്നിലായിരുന്നു UDF. ജനങ്ങൾ തെരഞ്ഞുപിടിച്ച് മറ്റു പല മേഖലകളിലും കൊല്ലത്തും കോഴിക്കോടും ഒക്കെ UDF മുന്നേറുന്നു. വളരെ ഉജ്ജ്വലമായി തന്നെ അവർ, പ്രത്യേകിച്ച് കണ്ണൂര് K സുധാകരനെ ഇവന്മാർ തരം താഴ്ത്താൻ ശ്രമിച്ചപ്പോഴും ആ കണ്ണൂരിന്റെ മണ്ണിൽ മികച്ച പ്രകടനമാണ് നിലവിലെ ഫലപ്രഖ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതായാലും ജനങ്ങൾ ഞങ്ങളുടെ ആഹ്വാനം, ആ മിഷൻ 250 ഫലം കണ്ടു എന്ന് വേണം നമുക്ക് പറയുവാൻ. മിഷൻ 250യുടെ 62ാം ദിനമായ ഇന്ന് കൃത്യമായി ജനങ്ങൾ തിരുവനന്തപുരത്ത് ആ കിങ്ങിണിക്കുട്ടന് നാണംകെട്ട പരാജയം സമ്മതിക്കുകയാണ്. അയാൾ ഇനി ഒരു രാഷ്ട്രീയ വനവാസത്തിന് പോകേണ്ടുന്ന അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും UDF മുന്നേറുമ്പോൾ എറണാകുളത്ത് കിതയ്ക്കുകയാണ്. ഓർക്കണം, കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് എറണാകുളം കോർപ്പറേഷൻ. എറണാകുളം ജില്ലയിൽ എറണാകുളം കോർപ്പറേഷനിൽ ഇതുപോലത്തെ ഒരു ദയനീയ അവസ്ഥയുണ്ടാക്കിയത് ഈ കേക്കച്ചോടുള്ള ജനങ്ങളുടെ ആ ഒരു വികാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ചില കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, വടകര, പാലക്കാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ഡിലേ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം മേക്കപ്പ് ചെയ്തു. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വോട്ടെണ്ണൽ ആരംഭിച്ചു. യാതൊരു കൺഫ്യൂഷനും സോഫാറില്ല. വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ഏതാനും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് കൃത്യമായ വിവരം അറിയുവാൻ സാധിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.